Hello students, welcome to Easy Learning with സുവിധ. ഹലോ സ്റ്റുഡൻസ്, 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് ചിത്രവർണ്ണങ്ങൾ. ഇതിലെ ആദ്യ പാഠഭാഗമാണ് ഒരു ചിത്രം. വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി 1ാം ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഒരു ചിത്രം എന്ന കവിതയിലുള്ളത്. ഈ കവിതയുടെ പാരായണവും വരികളുടെ അർത്ഥവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. അതിനു മുമ്പേ ഈസി ലേണിംഗ് വിത്ത് സുവിധ എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് ചിത്രവർണ്ണങ്ങൾ. ഇതിലെ ആദ്യ പാഠഭാഗമാണ് ഒരു ചിത്രം. അപ്പോൾ ഞാൻ ആദ്യം കവിത മുഴുവനുമായി ഒന്ന് വായിക്കാം. അതിനുശേഷം വരികളുടെ ആശയം പറയാം. നീതു കാൺകോരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കരന്നിടും അമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പോ മാതാവോ പൈക്കര നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയിൽ കൊണ്ടിടുന്നു ചേലുറ്റ പാത്രത്തിൽ അമ്മ നറു ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തുണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചേരി തഞ്ചിടുന്നു താമരത്താരിതൾ പോലെ നേടുതായി തൂമയെഴുതിയ കണ്ണിടയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണീതൻ ഓമന വക്രമിതെത്ര രമ്യം എമ്മട്ടെന്നോതുവാനേതും കഴിവില്ലാത്ത മധുരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യ കൊഴുത്തോരുണ്ടുള്ളോരി പൂവൽമൈ പൂൺമോർത്താൻ പുണ്യവാന്മാർ ലാവണ്യ ദുഃഖം കടഞ്ഞെടുത്തേടീന തൂവെണ്ണയോ ഏതോ തമ്പുരാനേ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി 1ാം ഭാഗം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഒരു ചിത്രം എന്ന കവിതയിലെ വരികൾ. ആദ്യത്തെ 4 വരി നോക്കുക. നീതു കാൺകൊരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലെ കറന്നിടും അമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പു. ഗോകുലത്തിൽ യശോദയുടെ മകനായി വളരുന്ന ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലമാണ് ഈ കവിതയിലുള്ളത്. രാവിലെ പശുവിനെ കറക്കുന്ന അമ്മയുടെ അരികിൽ ഒരു ചെറിയ പാൽപാത്രവുമായി അമ്മയുടെ ശരീരത്തിൻ്റെ വലതുവശത്ത് ചാരി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ കവി നമുക്ക് കാണിച്ചു തരുന്നു. അടുത്ത 4 വരികൾ നോക്കുക. മാതാവോ പൈക്കര നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർന്നതി പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. മാതാവപ്പോൾ പശുവിനെ കറക്കുന്നത് നിർത്തി മണിവളകൾ അണിഞ്ഞ വലതു കൈയാൽ കുഞ്ഞിനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു നിർവൃതി കൊള്ളുന്നു. അടുത്ത വരികൾ നോക്കുക. ചേലുറ്റ പാത്രത്തിൽ അമ്മ നറുചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തുണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. അഴകുള്ള പാത്രത്തിൽ അമ്മ ചുടുപാല് പകർന്നു നൽകിയപ്പോൾ തൊണ്ടിപ്പഴം പോലെയുള്ള ആ ചെഞ്ചുണ്ടിൽ പാലിൻ്റെ വെണ്മയെ തോൽപ്പിക്കുന്ന മനോഹരമായ പുഞ്ചിരി വിടർന്നു. താമരത്താരിതൾ പോലെ നെടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമന വക്രമിതെത്ര രമ്യം. താമര ഇതൾ പോലെ നീണ്ട ആ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നമുക്ക് കാണാം. എത്ര സുന്ദരമാണ് കണ്ണൻ്റെ ആ ഓമനമുഖം. ആ സൗന്ദര്യം വർണ്ണിക്കാൻ കവിക്ക് പോലും വാക്കുകൾ കിട്ടുന്നില്ല.
എമ്മട്ടെന്നോതുവാൻ ഏതും കഴിവില്ലാത്തമ്മധുരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. എത്രത്തോളമാണ് കണ്ണൻ്റെ മുഖസൗന്ദര്യമെന്ന് ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും കണ്ണനെ എടുത്ത് ഓമനിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നും. കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളൊരി പൂവൽമൈ പൂൺമോർതാൻ പുണ്യവാന്മാർ ലാവണ്യദുഗ്ധം കടഞ്ഞെടുത്തിടിന തൂവെണ്ണയോ ഇതു തമ്പുരാനെ. കണ്ണൻ്റെ പൂമൈ വർണ്ണിക്കുകയാണ് ഈ വരികളിൽ കവി. പൂ പോലെയുള്ള കണ്ണൻ്റെ ശരീരം ഒന്നു പുണരാൻ കഴിഞ്ഞവർ പുണ്യം ചെയ്തവരാണ്. സൗന്ദര്യമാകുന്ന പാൽ കടഞ്ഞെടുത്ത തൂവെണ്ണയാണോ ഉണ്ണിക്കണ്ണൻ്റെ പൂമൈ എന്ന് കവി ആശ്ചര്യപ്പെടുന്നു.